ലാലേട്ടൻ്റെ വീടല്ലേ കാണണമെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ വീട് കാണുന്നുള്ളവരും കൂടെ വായോ. ലാലേട്ടൻ താമസിക്കണ പുതിയ വീട് ഇട്ടാ. അതായത് ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് മതി. ഇതേ ഒരു കപ്പലെടുക്കണ കണ്ടാ. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ D-SAB വ്ളോഗ്സ്. ഇന്ന് സംസാരിക്കുമ്പോൾ ഇച്ചിരി വ്യത്യാസം ഉണ്ടാവും. ഞാൻ പല്ലമ്മ കമ്പിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ്. അപ്പോൾ ഇന്ന് നമ്മളെ എറണാകുളത്തേക്ക് പോയപ്പോൾ മമ്മൂക്കാൻ്റെ വീട് നമ്മൾ കാണിച്ചില്ല. അപ്പോൾ ലാലേട്ടൻ്റെയും കൂടി വീട് കാണിക്കാണ്ടിരിക്കുന്നത് മോശമല്ലേ. അപ്പോൾ നമ്മൾ ലാലേട്ടൻ്റെ വീടും കൂടി കാണിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തോടു കൂടി നമ്മൾ എറണാകുളത്തേക്ക് പോയപ്പോൾ എടുത്ത വീഡിയോസൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനിയും കുറേ സെലിബ്രിറ്റീസിൻ്റെ വീടുകളും ഷൂട്ടിംഗ് ലൊക്കേഷനുകളും ഒക്കെ ഉണ്ട് എറണാകുളത്ത്. പക്ഷെ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതൊക്കെ നമുക്ക് കാണിക്കാം, ഇച്ചിരി കഴിഞ്ഞിട്ട് കാണിക്കാം കേട്ടോ. ലാലേട്ടൻ്റെ 2 വീടുകളുണ്ട്. ഒരെണ്ണം തേവരയിലുള്ള വീടുകളും വീടും പിന്നെ ഇപ്പോൾ പുതുതായിട്ട് പണിതത് എളമക്കരയിലാണ് കേട്ടോ. അപ്പോൾ എളമക്കരയിലുള്ള വീടും, അങ്ങനെ 2 വീടുകൾ കാണിക്കേണ്ടത് ഇതിൽ. പിന്നെ വേറെ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണില്ല. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. പോവാം. ഇനി ആരുടെ വീട് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ലാലേട്ടൻ്റെ വീട്. ലാലേട്ടൻ്റെ വീടല്ലേ കാണണമെന്ന് പറഞ്ഞാൽ ലാലേട്ടൻ്റെ വീട് കാണുന്നുള്ളവരും കൂടെ വായോ, കാണിച്ചു തരാം. കാണുന്നതാണ് ലാലേട്ടൻ്റെ വീടിൻ്റെ ഗേറ്റ്. ഇതും ഭയങ്കര ഹൈറ്റുള്ള ഗേറ്റ് ആണല്ലോ. അത് എന്തൊരു പട്ടി കുറേ നേരം കുറയ്ക്കാൻ നിൽക്കണം. ഇതാണ് നമ്മുടെ ലാലേട്ടൻ്റെ വീടിൻ്റെ ഗേറ്റ്. കണ്ട, ആരും ഇല്ലാത്ത കാരണം നമുക്ക് സുഖമായിട്ട് തുറക്കാം. ഉള്ളിലാരാ? അതെ, ഉള്ളിലുണ്ട് വീട്. ഞാൻ കാണിച്ചതേ. കണ്ട ഉള്ളിലുണ്ട് വീട്. കണ്ട, വലിയ വീടൊന്നുണ്ടല്ലേ. അതെ, കാണാനില്ലേ മക്കളെ? ഇതൊരു വീടാട്ടാ. എനിക്ക് മേലേക്ക് പൊന്തിക്കാനും പറ്റില്ലേ. കണ്ടതേ, ഈ ട്രൈപോഡ് മുഴുവനായിട്ട് ഞാൻ നിർത്തി വെച്ചു. എന്നിട്ടും ഒരു രക്ഷയില്ല, ഭയങ്കര ഹൈറ്റില്ല. ഈ മറ്റേ ഇതൊക്കെ പണിതേക്കണേ, ഏത് നമ്മുടെ ഗേറ്റ് അല്ല മതിലൊക്കെ പണിതേക്കണം. നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല. എന്ത് കഷ്ടമല്ലേ. അപ്പം അതാണ് നമ്മുടെ ലാലേട്ടൻ്റെ വീട്. ഇപ്പം അവിടെ ആരുമില്ല, പൂട്ടി കിടക്കാണ്. ഇതൊരു വീട് അല്ലേ. ഇനി വേറെ വീടുണ്ട്. ലാലേട്ടന് കുറേ വീടുകളുണ്ടെന്ന് തോന്നുന്നു. ഇതൊരു വീടാ. ഇതിപ്പോൾ പൂട്ടി കിടക്കാം. ഇനി വേറെ വീടുണ്ട് കേട്ടോ. പിന്നെ ലാലേട്ടൻ്റെ വീട് കണ്ടില്ലേ, ഞാൻ അത് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ലാലേട്ടൻ്റെ വീട് കാണിച്ചു തന്നു. പിന്നെ മമ്മൂക്കാൻ്റെ വീടും കാണിച്ചു തന്നിട്ടുണ്ട് അല്ലേ. പിന്നെ വായോ, ഇനി നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതേ ഒരു കപ്പലെടുക്കണ കണ്ടാ. ആ കപ്പലിൽ നിന്ന് പുക പോണ്ട് മേലേക്ക്. അതേ എടുക്കണു കപ്പല്. വേഗെടുക്കണം അവിടുത്തെ. വേഗെടുക്കണം. കൊള്ളാലേ, നല്ല സ്ഥലം, നല്ല കാറ്റുണ്ട് ഈ ഭാഗത്ത്. ബാക്ക്ഗ്രൗണ്ടിൽ കപ്പലെടുക്കണം കേട്ടോ. അതേ എടുക്കണം, വലിയ കപ്പലെടുക്കുന്നുണ്ട്. നമ്മളെ ഷിപ്പ് യാർഡിൻ്റെ ആ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അതേ കണ്ടതാണ്. അതേ വലിയ കപ്പല്. നല്ല വെയിലായ കാരണം എനിക്ക് ഒട്ടും ഒരു സുഖമില്ല. എൻ്റെ പൊന്നെ, ഫുൾ രാവിലെ തൊട്ട് വെയിലത്ത് നടന്നിട്ടേ ഒരു രസമില്ല. ഇത് ഞാനിവിടെ കപ്പലെടുക്കണം കണ്ടപ്പോഴേ വെറുതെ കാണിച്ചു തരാൻ വേണ്ടി വന്നതാ. നന്നായിട്ടല്ലേ. അകലേക്ക് കാണാൻ പറ്റില്ല കേട്ടോ. ഇത്രയ്ക്ക് അടുത്തേ കാണാൻ പറ്റുള്ളൂ. ഞാൻ പരമാവധി സൂം ചെയ്തിട്ട് എടുത്തേക്കണം. ഇത്രയ്ക്ക് അടുത്തേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. പുകയൊക്കെ പോണ കപ്പല, മേലെന്ന് പുകയൊക്കെ പോണ്ട്. എന്നാ പോവാ. ഇതിപ്പോ ഇവിടെ നല്ലൊരു വ്യൂ കണ്ടപ്പോ ഞാൻ ഇറങ്ങിയതാ. പോവാ ഇനി നമുക്ക്. പൊന്നെ ഈശോയെ, ഇതാ നേരെ കാണുന്നതാണ് നമ്മുടെ ഈ താജ് ഹോട്ടൽ കേട്ടോ അല്ലേ. ഇത് ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണോ? ഇതാണ് നമ്മുടെ താജ് ഹോട്ടൽ. പക്ഷെ ഇപ്പൊ അതിന്റെ പേര് ഗേറ്റ് വേ നാക്കിട്ടാ. ഗേറ്റ് വേ, ഇതാണ് താജ്. ഇപ്പൊ ഗേറ്റ് വേ നാക്കി. പണ്ട് താജ് എന്നായിരുന്നു പേര്. ഡൽഹി ഗേറ്റ് വേ. വലിയ ഹോട്ടൽ കേട്ടോ അവിടത്തെ.
ഇതാണ് നമ്മുടെ മറൈൻ ഡ്രൈവ് സ്ഥലം കേട്ടോ. ഓ ഇവിടെ ഷീമാട്ടി ഉണ്ടല്ലോ ഇല്ലേ? അയ്യോ ഷീമാട്ടി MG റോഡില്. ആ അതെ ട്രേഡ് മാള്. ഇതാ പ്രൈഡ് മാള്. ഇത് എന്നിട്ടാ വലിയ മാളാ. ഇതേ പ്രൈഡ് മാൾ, കേരള ട്രേഡ് സെന്റർ ഉണ്ട് ഇവിടെ. സ്ഥലങ്ങളുണ്ട്. നമ്മളെ ഹൈക്കോർട്ട് ജംഗ്ഷനിലേക്ക് ഇപ്പൊ തിരിഞ്ഞേക്കാണ് കേട്ടോ. അതെ ആ ലെഫ്റ്റ് സൈഡില് കാണുന്നതാണ് നമ്മുടെ കേരള ഹൈക്കോടതി. കേരള ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ. ഇതൊക്കെ നമ്മുടെ ഹൈക്കോർട്ടിന്റെ ഇതാട്ടാ മതില്. ഇതേ സ്റ്റാർട്ടിങ് ആണിത്. നമ്മുടെ കേരള ഹൈക്കോർട്ട് ഓഫ് കേരള. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഹൈക്കോടതിയൊക്കെ. TV-യിൽ കണ്ടിട്ടുണ്ട് കുറേ, പക്ഷെ ഇത് നേരിട്ടൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത് അറിയണത് ഇപ്പോഴാ. അമ്മേ അപ്പം അയ്യോ ഹൈക്കോടതി ജംഗ്ഷൻ വഴിക്കാണ് നമ്മൾ തിരിഞ്ഞേക്കണത്. ഇപ്പോഴും പെണ്ണ് എന്തൊക്കെയാ പറയണ്ട അവിടെ ഇരുന്നിട്ട്. ഇനി പെണ്ണ് പറയണ റൂട്ടിൽ കൂടെ പോവാതെ നല്ലത്. എളമക്കര എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മളിപ്പോ കടന്നേക്കണേട്ടാ. ഓ എന്റെ പൊന്നെ, ഇത് എന്നിട്ട് ഇത് ഭയങ്കര കുണ്ടും കുഴിയുണ്ട് ഇവിടെ. ഓ ഗ്രീൻലാൻഡ് സാസർ ഹബ്ബ് എന്നൊരു സംഭവം. കളിക്കാനുള്ള സ്ഥലം കേട്ടാ. കളിക്കാനുള്ള സ്ഥലം ഉണ്ട് ഇവിടെ. HDFCയുടെ ബാങ്ക് ഉണ്ട് ലെഫ്റ്റ് സൈഡില്. കൊള്ളാലേ, നല്ല സ്ഥലം. സ്കൈലൈൻ്റെ വലിയൊരു ഫ്ലാറ്റ്. ഓ എന്റെ പൊന്നെ, ദേ കാണുന്നത്. ഓ ഓ സ്കൈലൈൻ്റെ വലിയൊരു ഫ്ലാറ്റ് ആണ് ഈ കാണുന്നത്. അമ്പോ ഇത് എത്ര നിലയുണ്ട് നോക്കി. ആഹാ എന്തോരം നിലയാ നോക്ക്. ജനം TV മീഡിയ പവറിട്ട് മാസം ജനം TV. ബസ് വരണ്ടല്ലോ. അതെ പച്ച ബസ്സാണ് ഇവിടെ. ആ അങ്ങോട്ട് തിരിച്ചോ. നമ്മളോട് ലാലേട്ടൻ്റെ വീട് കാണിക്കുമെന്ന് കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെ വീടല്ലേ കാണേണ്ടത്? ലാലേട്ടൻ്റെ വീട് ആർക്കൊക്കെയാണ് കാണണ്ടേ? പോന്നോളൂ കാണിച്ചു തരാം. ദേ ഇത് ലാലേട്ടൻ്റെ വീടിൻ്റെ മതിൽ ഈ കാണുന്നു. ഇതാണ് ലാലേട്ടൻ്റെ വീട്. ഇതാണ് സംഭവം. ഹാവൂ ഇത് വല്ലാണ്ട് അങ്ങോട്ട് ഹൈറ്റ് ഇല്ലാന്ന് തോന്നുന്നു അല്ലേ? ലാലേട്ടൻ താമസിക്കണ പുതിയ വീട് കേട്ടോ. അതായത് ഇതേ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് മതില്. മേൽഭാഗം കാണാണ്ടതേ കണ്ടതേ മേൽഭാഗം കണ്ട മേൽഭാഗം കാണാണ്ടതേ അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ മേൽഭാഗമൊക്കെ കാണാണ്ട്, മേൽക്കൂരയൊക്കെ കാണാണ്ട്. പക്ഷെ ആളെ കാണാൻ പറ്റണില്ലേ ഉള്ളി കയറിയിട്ട്. അപ്പം അങ്ങനെ ഇനി കുറേ നാളായിട്ടാ. കുറച്ച് നാളായിട്ട് ഇവിടെയാ പുതിയ വീട് വെച്ചേക്കണത് ഇവിടെയാണ്. അപ്പം ഇനി ലാലേട്ടൻ്റെ വീട് കണ്ടില്ലേ? ഇനി അതേ എനിക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റണുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം കേട്ടോ. നിങ്ങളതൊന്ന് മനസ്സിലാക്കിക്കോളൂ. ഈ വലിയ മതിലും കൊണ്ട് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ എടുക്കാം? ഒന്നാമതേ എനിക്ക് ഹൈറ്റ് ഇല്ല. ട്രൈപോഡും കാര്യങ്ങളൊക്കെ നല്ലപോലെ ഇങ്ങനെ നീട്ടി വെച്ചിട്ടാ ഈ വീടുകളും കാര്യങ്ങളൊക്കെ എടുക്കണത്, കഷ്ടപ്പെട്ടിട്ട് എടുക്കണത്. അങ്ങനെ എടുക്കാൻ പറ്റണുള്ളൂ കേട്ടോ. അതാട്ടോ കാര്യം. അപ്പം കണ്ടില്ലേ
അപ്പോൾ ഇതാണ് സംഭവം. അതാണ് ആ സ്ഥലം കേട്ടോ, ലാലേട്ടൻ്റെ വീട്. ഇവിടെ വേറെ നല്ല വീടുകളുണ്ടല്ലോ. ഈ വീടൊക്കെ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്തേ നല്ല ഭംഗിയുള്ള വീടുകളുണ്ട് ഈ ഭാഗത്തൊക്കെ. നോക്കി കണ്ട ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ നല്ല വീടല്ലേ, നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക ശൈലി. ആ വീട് നല്ല രസമുണ്ട്. അതാകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് കാണിക്കാനും പറ്റും. ആ വീട് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചുമ്മാ കാണിച്ചെന്താ കേട്ടോ. അത് ആരുടെ വീടാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, ഇവിടെയുള്ള ആൾക്കാരുടെ വീടായിരിക്കണം. അമ്മേ അപ്പോൾ വായോ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം അല്ലേ. അപ്പോൾ ഇന്ന് എല്ലാവരും വീഡിയോ ഒക്കെ കണ്ടില്ല. ലാലേട്ടൻ്റെ വീട് എളമക്കരയിലുള്ള വീട് കുറച്ചും കൂടി നന്നായിട്ട് കാണാൻ പറ്റും. പക്ഷേ മറ്റേ തേവരയിലുള്ള വീടിൻ്റെ മതിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ഗേറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അത് ഞാൻ എന്തോരം ഉയർത്തിയാലും അത് മേലേക്ക് കാണിക്കാനായിട്ട് പറ്റില്ല, അത്രയും ഹൈറ്റാണ് ആ ഗേറ്റ്. അത് നിങ്ങൾക്കതാണല്ലോ. അപ്പം ഇന്ന് നമ്മൾ ലാലേട്ടൻ്റെ വീട് കണ്ടു. പിന്നെ എറണാകുളത്ത് മറ്റേ കപ്പലൊക്കെ വന്ന് കിടക്കുന്നത് കണ്ടില്ലേ, ഹൈക്കോർട്ട് കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഹൈക്കോർട്ടൊക്കെ നേരിട്ട് കാണുന്നത്. നമ്മൾ ന്യൂസിലൊക്കെ ഇപ്പോഴും കാണും, പക്ഷേ ഹൈക്കോർട്ടൊക്കെ ആദ്യമായിട്ട് കാണുന്നത് നേരിട്ട് കാണുന്നത് അങ്ങോട്ട് പോയപ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്ത് ബെല്ലുണ്ട്, അതും കൂടി ഞെക്കിക്കോളൂ. അതിൻ്റെ കൂടെ ഒരു ഓൾ ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഞെക്കിക്കോളൂ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അതുപോലെ FB ഇതിൻ്റെയൊക്കെ അക്കൗണ്ടുകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കയറി എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ ഇനി വീണ്ടും വേറെ സെലിബ്രിറ്റീസിൻ്റെ വീഡിയോകളും അതുപോലെ വേറെ നല്ല വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ അതുവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.